പാഠം 199. പാവം പാവം വില്ലേജ് ഓഫീസർ. വില്ലേജ് ഓഫീസർ ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാലോ? രാവിലെ പോകുന്നില്ലേ? 9 മണിയാകുമ്പോ കാണാവുന്ന ശിവൻകുട്ടി ഇന്നലെ രാത്രി പറഞ്ഞത്. ഇന്ന് രാവിലെ വിളിച്ച് പറയുക, അല്ല 10 മണിയാകുമ്പോ വില്ലേജ് ഓഫീസിലേക്ക് വരാമെന്ന്. ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന്. എവിടെയായാലും എന്താ മോഹനേട്ടാ, എത്രയും പെട്ടെന്ന് എഗ്രിമെന്റ് എഴുതി വാങ്ങാൻ നോക്ക്. അതല്ല ഭാമേ, ഈ സർക്കാർ ഓഫീസ് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല. വില്ലേജ് ഓഫീസിൽ നടക്കേണ്ടത് വില്ലേജ് ഓഫീസിൽ നടക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ ഓഫീസറുടെ വീട്ടുകാര്യങ്ങളല്ല. എന്തൊക്കെയാ മോഹനേട്ടൻ ഈ പറയുന്നത്? മോഹനേട്ടൻ ഒരു വീട് വാങ്ങുന്നു, അതിന്റെ അഡ്വാൻസായി 1 ലക്ഷം രൂപ ശിവൻകുട്ടിക്ക് കൊടുക്കുന്നു. ഇന്ന വ്യവസ്ഥയിൽ ആ പണം കൈപ്പറ്റിയെന്ന് പറഞ്ഞ് ശിവൻകുട്ടി ഒരു എഗ്രിമെന്റ് എഴുതരുന്നു. എല്ലാറ്റിനോട് ആകെ വേണ്ടത് ഒരു 10 മിനിറ്റ്. അതിനെന്താ പ്രശ്നം? ഭാമേ, ഞാനൊരു വില്ലേജ് ഓഫീസറാണ്. ആ ഓഫീസിൽ എനിക്ക് കീഴിൽ ജോലി ചെയ്യുന്ന 3 പേരുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ എന്റെ ഒരു വ്യക്തിപരമായ കാര്യത്തിനു വേണ്ടി ഓഫീസിലെ സമയവും സ്ഥലവും ഉപയോഗിച്ചാൽ നാളെ കാഞ്ചന അവരുടെ എന്തെങ്കിലും ആവശ്യം അവിടെ ചെയ്യില്ലേ? അത് കഴിയുമ്പോ സ്വയംപ്രഭ അവിടെ ചെയ്യില്ലേ? പിന്നെ ശിശുപാലൻ, അയാൾ വേണ്ടി വന്നാൽ വില്ലേജ് ഓഫീസർ ചന്താക്കി മാറ്റിക്കളയും. എന്നെ കണ്ടല്ലേ അവർ പഠിക്കുന്നത്? യഥാ രാജ തഥാ പ്രജ എന്നാണ് പ്രമാണം. മോഹനേട്ടാ, നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോവുക. എത്രയോ നാളായി നമ്മളൊരു നല്ല വീട് വാങ്ങാൻ മോഹിച്ചു നടക്കുന്നു. ഒന്നെങ്കിൽ മോഹനേട്ടന് വീട് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ നമ്മുടെ വിലയ്ക്ക് അത് പറ്റുകയില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ ഭാഗ്യം കൊണ്ട് നല്ലൊരു വീട് ഒത്തുവന്നു. വിലയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ. ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് ആ വീട് നമ്മുടെ പേരിൽ എഴുതി വാങ്ങാനല്ലേ നോക്കേണ്ടത്? ഭാമേ, നീ ഈ പറയുന്ന കേട്ടത്തൊന്നും ഞാൻ ആ വീട് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ വേണ്ടെന്ന് വെക്കാനാണോ 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തത്? ഞാൻ പറഞ്ഞത് വീട് വേണ്ടെന്നല്ല, എഗ്രിമെന്റ് ഓഫീസിൽ വെച്ച് എഴുതാൻ പറ്റില്ലെന്ന. അതുകൊണ്ട് കൃത്യം 9:50 ആകുമ്പോ കൃഷ്ണൻകുട്ടിയുടെ ചായക്കട വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. എഗ്രിമെന്റ് ചായക്കട വെച്ച് എഴുതാലോ? കൊള്ളാലോ. പ്രശ്നത്തിൽ ഇങ്ങനൊരു പരിഹാരം കണ്ടുപിടിച്ചിട്ടാണോ എന്നെ വെറുതെ ടെൻഷൻ എടുപ്പിച്ചത്? ഞാൻ പേടിച്ചുപോയി. ഇതാ നിന്റെ കുഴപ്പം. ആവശ്യമില്ലാതെ പേടിച്ചുകളെ. എന്റെ സാമർഥ്യത്തെക്കുറിച്ചും ബുദ്ധിശക്തിയെക്കുറിച്ചും തീരെ വിലയില്ലാത്തത് കൊണ്ടാണ് നിനക്ക് ഈ പേടി. എന്റെ പൊന്നെ, ഞാൻ സമ്മതിച്ചു. ഇനി നല്ലൊരു ദിവസമായിട്ട് രാവിലെ വഴക്കുണ്ടാക്കാതൊന്ന് പോവാൻ നോക്ക്. ആ വീട് സ്വന്തമായി കഴിഞ്ഞാൽ നമ്മുടെ ജാതകം തന്നെ മാറാൻ പോവാ. എന്റെ ജാതകത്തിന് ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി വീട് വാങ്ങിയിട്ട് വല്ല കുഴപ്പമുണ്ടാവും അറിയില്ല. ആ നാവ് വളച്ചൊന്നും പറയാതെ വേഗം കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ പോയി ഒരു ചായയും കുടിച്ച് എഗ്രിമെന്റ് എഴുതി ആഫീസിൽ പോയി നല്ല കുട്ടിയായി ജോലി ചെയ്ത് വൈകിട്ടേക്കും വാ. വില്ലേജ് ഓഫീസർക്ക് ഞാൻ ഒന്നാന്തരം ഒരു സമ്മാനം വെച്ചിട്ടുണ്ട്. സമ്മാനം വൈകിട്ട് വാ, അപ്പൊ പറയാം. ശിവൻകുട്ടി, നിനക്ക് മോഹനേഷ സാറിന്റെ സ്വഭാവം ശരിക്കും അറിയാഞ്ഞിട്ടാ. കിഷൻകുട്ടിയുടെ ചായക്കട കാണണമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കാണണം. മോഹനേഷ സാറിന്റെ കൃത്യനിഷ്ഠ അമേരിക്കൻ പ്രസിഡന്റിന് പോലുമില്ല. എന്റെ ശിശുപാലൻ സാറേ, ഒരു കച്ചവടത്തിന്റെ എഗ്രിമെന്റ് എഴുതുന്നത് ചായക്കട വെച്ചാണോ? നാട്ടുകാർ മുഴുവൻ കാണത്തില്ലേ? ഇവിടെ ആവുമ്പോ സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കാലോ. സംസാരം നടക്കോ കയ്യാങ്കളി നടക്കോന്ന് ഇന്ന് കാണാം. ചുമ്മാതല്ലോ, അന്ന് പറഞ്ഞതിലും 2.5 ലക്ഷം രൂപ കുറച്ചല്ലേ ഞാൻ വീട് കൊടുക്കാമെന്ന് പറഞ്ഞത്. 2.5 ലക്ഷം രൂപ ഒന്നും കാണാതെ ഞാൻ കളയുവോ കാഞ്ചന സാറേ? എന്താ ഇവിടെ? നമസ്കാരം സർ. ഞാൻ ശിവൻകുട്ടിയോട് കൃഷ്ണൻകുട്ടിയുടെ ചായക്കട വെച്ച് കാണാന്നല്ലേ പറഞ്ഞത്? ഇത്രയും സമയം ഞാൻ നിങ്ങളെ നോക്കി അവിടെ ഇരുന്നു. അത് സാറേ, ചായക്കടയേക്കാളും സൗകര്യം ഓഫീസല്ലേ? സർക്കാർ ഓഫീസ് സർക്കാർ കാര്യങ്ങൾക്കാണ്, അല്ലാതെ ഓഫീസറുടെ എഗ്രിമെന്റിനുള്ള സ്ഥലമല്ല. ഞങ്ങൾ പറഞ്ഞില്ലേ ശിവൻകുട്ടി ചേട്ടാ, ഇതാ സ്വഭാവം. അങ്ങേരടുത്ത് ഒരു അഭ്യാസവും നടക്കില്ല. നിങ്ങൾക്ക് ഈ ശിവൻകുട്ടിയെ അറിയാഞ്ഞിട്ടാ. ഇതുപോലുള്ള സാധനങ്ങളെ ഒതുക്കാനൊക്കെ എനിക്കറിയാം. അതിനുള്ള തുറുപ്പ് ചീട്ടൊക്കെ എന്റെ കയ്യിലുണ്ട്.
ഇന്ന് മിക്കവാറും ഇവിടെ കൊല നടക്കും. എന്റെ വിദ്യാലക്ഷ്മി, ഇതൊരു മഹാഭാഗ്യമായി പോയി. സത്യത്തിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു വീട് കിട്ടുമെന്ന് ഞങ്ങൾ കരുതിയതേയില്ല. വിലയും കുഴപ്പമില്ല. ഇന്നലെ അഡ്വാൻസ് കൊടുത്തു. 1 മാസത്തിനുള്ളിൽ ആധാരം രജിസ്റ്റർ ചെയ്യും. പിന്നെ ചെലവ് ചെയ്യാതിരിക്കുവോ? ചെലവുണ്ട്. എനിക്കിന്ന് ഉച്ചകഴിഞ്ഞ് മജിസ്ട്രേറ്റ് കോടതിയിലൊരു കേസുണ്ട്. വൈകിട്ട് കാണാം. ശരി. എല്ലാവർക്കും പുറമേ സന്തോഷമാണെങ്കിലും ഉള്ളിൽ ചെറിയ അസൂയ കാണുന്ന എനിക്കറിഞ്ഞൂടെ. ഇനി സ്വന്തം വീട്ടിൽ താമസിക്കുന്നതിന്റെ സുഖം ഒന്ന് ആസ്വദിക്കണം. ഉത്തമനാണല്ലോ. എന്താ ഉത്തമ ഈ നേരത്ത്? ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കായിരുന്നു. വക്കീൽ ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ എത്താൻ ഞാൻ പറന്ന് വരികയായിരുന്നു. എന്തു പറ്റി? വക്കീലെ, ഞാൻ എന്റെ ഈ പണി തുടങ്ങിയിട്ട് കുറെ നാളായി. എന്റെ അടുത്ത് വന്നിട്ട് കുറച്ച് സ്ഥലം വാങ്ങണം, ഒരു വീട് വാങ്ങണം എന്നൊക്കെ പറഞ്ഞു വരുന്ന ഓരോറ്റ ആളിനോടും ഞാൻ സഹായിക്കാതിരുന്നിട്ടില്ല. വക്കീലിനറിയാലോ. ഒക്കെ എനിക്കറിയാലോ. ഇതൊക്കെ ഇപ്പൊ ഇവിടെ പറയുന്ന എന്തിനാ? മോഹനന്റെ സാർ വീട് അന്വേഷിച്ച് തുടങ്ങിയിട്ട് ഏതാണ്ട് കൊല്ലം 3 ആയി. ഇതുവരെ ഒരെണ്ണം പോലും വാങ്ങാൻ പറ്റിയിട്ടില്ല. കുറ്റം എന്റേതല്ല. ഞാൻ ഈ കാലത്തിനിടയ്ക്ക് ഒരു 100-150 വീടെങ്കിലും കാണിച്ചിട്ടുണ്ട്. വക്കീലിനറിയാലോ. ഇപ്പൊ ആ പ്രശ്നം തീർന്നല്ലോ. വീടിന്റെ ബിസിനസ് നടന്നു. ഇനിയെന്താ? എനിക്ക് മനസ്സിലായി. വീട് വാങ്ങി തന്നതിന്റെ കമ്മീഷൻ തരില്ല എന്ന് മറ്റോ മോഹനേട്ടൻ പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? അത് സാരാക്കണ്ട ഉത്തമ. ഉത്തമന്റെ കമ്മീഷൻ ഞാൻ തന്നോളാം. എന്ത് കമ്മീഷൻ? കച്ചവടം നടന്നാലല്ലേ കമ്മീഷൻ വാങ്ങാൻ പറ്റൂ. കച്ചവടം നടന്നല്ലോ. ഇന്നലെ അഡ്വാൻസും കൊടുത്തില്ലേ? ഇനി എന്താ? അഡ്വാൻസ് കൊടുത്തു. അത് ശിവൻകുട്ടി അതുപോലെ ഇങ്ങ് തിരിച്ചു തരികയും ചെയ്തു. അഡ്വാൻസ് തിരിച്ചു തന്നോ? അതെങ്ങനെ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. 1/2 മണിക്കൂർ മുമ്പ് ശിവൻകുട്ടി എന്നെ ഫോണിൽ വിളിച്ചു. അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ശിവൻകുട്ടിയുടെ വീട്ടിൽ ചെന്നപ്പോ അയാളിതാ ഈ പൈസ എന്റെ കയ്യിൽ വെച്ച് തന്നു. ഇനി ആ വീട് വിറ്റില്ലെങ്കിൽ മോഹനേഷ് സാറിന് അത് തരൂല എന്നും അയാള് പറഞ്ഞു. കാരണം എന്താ? മോഹനേഷ് സാറിനെ കാണാൻ ശിവൻകുട്ടി വെള്ളി ആഫീസിലോട്ട് ചെന്നു. അവിടെ വെച്ച് അവര് തമ്മിൽ വഴക്കായി. ആഫീസിലുള്ള സകല ആൾക്കാരുടെ മുമ്പിൽ വെച്ച് വഴക്കായി എന്നാണ് പറയുന്നത്. എന്റെ പൊന്നു വക്കീലെ, ഇനി മേലിൽ മോഹനേഷ് സാറിന്റെ ഒരു കേസിന് ഇടപെടാൻ ഞാനില്ല. ഒരു 10 പൈസയുടെ ഗുണമില്ലാതെ വല്ലവന്റെ വായിരിക്കുന്ന തീറി ഞാൻ കേൾക്കേണ്ട കാര്യം തോന്നുന്നു. നിങ്ങളുടെ കാശ്. ഇനി ഞാൻ നിങ്ങളുടെ പ്രശ്നത്തിൽ എന്നെ കൊന്നാലും ഞാൻ ഇടപെടില്ല. എവിടെയായാലും എന്താ മോഹനേട്ടാ, എത്രയും പെട്ടെന്ന് എഗ്രിമെന്റ് എഴുതി വാങ്ങാൻ നോക്ക്. അതല്ല ഭാമേ, ഈ സർക്കാർ ഓഫീസ് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല. വില്ലേജ് ഓഫീസിൽ നടക്കേണ്ടത് വില്ലേജ് ഓഫീസിൽ നടക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ ഓഫീസറുടെ വീട്ടുകാര്യങ്ങളല്ല. ഓഹോ, അപ്പൊ അത് ശരി. വില്ലേജ് ഓഫീസർ പറഞ്ഞതുപോലെ ചെയ്തു. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. മോഹനേട്ടാ, നീ എന്തെവിടെ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഒന്ന് പുറത്തേക്ക് വരാമോ? എന്ത് കാര്യം? ഒന്ന് വാ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ തീരുമാനിച്ചിറങ്ങിയതായിരുന്നല്ലേ? എന്ത്? ആഫീസ് വെച്ച് എഗ്രിമെന്റ് എഴുതാൻ പറ്റില്ല എന്ന് വാശി പിടിച്ചപ്പോഴേ എനിക്കറിയാമായിരുന്നു ഈ കച്ചവടം കുളവാക്കാനുള്ള പരിപാടിയാണെന്ന്. അതല്ല ഭാമേ. വേണ്ട, ഇനിയൊന്നും മോഹനേട്ടൻ പറയണ്ട. കഴിഞ്ഞ 4 കൊല്ലത്തിനിടയിൽ ഒരു 100 വീടെങ്കിലും പോയി നോക്കി. ഓരോ പ്രാവശ്യവും ഓരോരോ കുറ്റങ്ങൾ പറഞ്ഞ് മോഹനേട്ടൻ ഒഴിഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ കരുതി മോഹനേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു വീട് കിട്ടുമെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി മോഹനേട്ടന്റെ മനസ്സിലിരിപ്പ് എന്താന്ന്. വീട് വാങ്ങാൻ മോഹനേട്ടൻ ഉദ്ദേശമില്ല. ഞാൻ വഴക്കുണ്ടാക്കുമെന്ന് പേടിച്ച് വീട് അന്വേഷിക്കുന്നതായി മോഹനേട്ടൻ അഭിനയിക്കുക. അങ്ങനെയല്ല. അങ്ങനെ തന്നെയാണ്. ആണ്. ഈ ലോകത്ത് മോഹനേട്ടൻ മാത്രമല്ല ബുദ്ധിയുള്ളതായിട്ട്. 3 നേരം ഭക്ഷണം കഴിക്കുന്നതിന്റെ ബുദ്ധിയൊക്കെ എനിക്കുമുണ്ട്. മോഹനേട്ടന്റെ ഈ നാടകങ്ങളെ മനസ്സിലാക്കാൻ ആ ബുദ്ധി തന്നെ ധാരാളമാണ്. എഗ്രിമെന്റ് എഴുതാൻ ശിവൻകുട്ടി ഇങ്ങോട്ട് വന്നു എന്ന് ശിശുപാലനേട്ടനോട് പറഞ്ഞു. അപ്പോ കച്ചവടം ഉഴപ്പിയതിന്റെ കാരണം എന്താണെന്നും എനിക്ക് മനസ്സിലായി.
ഇനി ഈ ജന്മത്തിൽ ഞാൻ വീടിന്റെ കാര്യം പറയില്ല മോഹനേട്ടാ. ആ കാശ് മുഴുവൻ ബാങ്കിലിട്ട് അതിന്റെ പലിശയും കൂട്ടിവെച്ച് സന്തോഷമായിട്ട് അങ്ങിരുന്നു. ഈ നിൽക്കുന്ന ശിശുപാലൻ ചേട്ടന് സ്വയം പറവയ്ക്കും കാഞ്ചനയ്ക്കും ഒക്കെ സ്വന്തം വീടുണ്ട്. വില്ലേജ് ഓഫീസർക്ക് മാത്രം അതൊരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. ഇവിടെ വന്ന് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ലായിരുന്നു. വില്ലേജ് ഓഫീസറുടെ ശരിയായ സ്വഭാവം എന്താണെന്ന് ഇവർക്കൊന്ന് അറിയട്ടെ. ശിവൻകുട്ടിക്ക് അഡ്വാൻസ് കൊടുത്ത പണം വീട്ടിലിരിപ്പുണ്ട്. അതും കൂടി എടുത്ത് സ്വന്തം അക്കൗണ്ടിൽ ബാങ്കിലിട്ടു. മോഹനേട്ടൻ ഈ ലോകത്തെ ഏറ്റവും വലുത് പണമാണല്ലോ.